ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്, അഥവാ കപ്പ ഇറച്ചി പുഴുക്ക്. അതിനു വേണ്ടി ഞാനിവിടെ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലോട് കൂടിയതാണ്. വേണ്ടി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് കൂടിയിട്ട് നന്നായി ചതച്ചെടുക്കാം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഞാനിവിടെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊയ്ക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, ഇത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലൊരു 3-4 വിസിൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പയാണ് വേണ്ടത്. ഇനി കപ്പ ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പ ഞാനിവിടെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ഇവിടെ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫും നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊപ്പം തന്നെ ബീഫും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിതിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് പരമാവധി കൊടുക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നന്നായിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ നന്നായി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പില്ലെങ്കിൽ ചേർക്കാം. അതുപോലെ എരിവ് വേണ്ടവർക്ക് എരിവ് ചേർത്ത് കൊടുക്കാം, മുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.